ലൂക്ക 22-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 71 വാക്യങ്ങൾ. ലൂക്ക 22-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഉത്തരം 11 ശീർഷകങ്ങൾ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഏത്? ഉത്തരം പെസഹ. പെസഹ എന്ന് വിളിക്കപ്പെടുന്നത് എന്തിൻ്റെ തിരുനാളാണ്? ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ. ഏതു തിരുനാൾ അടുത്ത സമയത്താണ് പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാം എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം പെസഹ തിരുനാൾ. യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആരെല്ലാം? ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും. യേശുവിൻ്റെ ശിഷ്യന്മാരായ 12 പേരിൽ സ്കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്നത് ആര്? ഉത്തരം യൂദാസ്. ആരാണ് പുരോഹിത പ്രഭുക്കന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെ യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? ഉത്തരം യൂദാസ്. അവർ സന്തോഷിച്ച് യൂദാസിനെ പണം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. ആര്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും. ലൂക്ക 22:6 അനുസരിച്ച് ആര് ആർക്കാണ് വാക്കുകൊടുത്തത്? ഉത്തരം യൂദാസ് പുരോഹിത പ്രമുഖന്മാർക്കും സേനാധിപന്മാർക്കും. യേശുവിനെ എപ്പോൾ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ഉത്തരം ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ. ലൂക്ക 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. ലൂക്ക 22:7 സമാനമായ പഴയ നിയമ ഭാഗങ്ങൾ ഏത്? ഉത്തരം പുറപ്പാട് 12-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, നിയമാവർത്തനം 16-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു എന്ന ശീർഷകം വേറെ ഏതൊക്കെ സുവിശേഷ ഭാഗങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം മത്തായി 26-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 14-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ 13-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. എന്തിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു എന്നാണ് ലൂക്ക 22:7 പറയുന്നത്? ഉത്തരം പെസഹ കുഞ്ഞാടിനെ. യേശു ആരെയൊക്കെ അയച്ചുകൊണ്ടാണ് പെസഹ ഭക്ഷിക്കാൻ ഒരുക്കങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെട്ടത്? ഉത്തരം പത്രോസിനെയും യോഹന്നാനെയും. ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചതാരൊക്കെയാണ്? ഉത്തരം പത്രോസും യോഹന്നാനും. നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ആരു വരും എന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ. നിങ്ങൾ അവനെ പിന്തുടരുക. ആരെ? ഉത്തരം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവനെ. ഗുരു ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ് എന്ന് ആരോട് ചോദിക്കാനാണ് യേശു ആവശ്യപ്പെട്ടത്?
ഉത്തരം: ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവൻ പ്രവേശിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനോട്. സജ്ജീകൃതമായ ഒരു വലിയ മാളിക ആര് കാണിച്ചു തരും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? ഉത്തരം: ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവൻ പ്രവേശിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ഉത്തരം: ലൂക്ക 22:13. ലൂക്ക 22-ാം അധ്യായത്തിൽ കാണുന്ന പുതിയ ഉടമ്പടി എന്ന ശീർഷകം വേറെ ഏതൊക്കെ സുവിശേഷ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്? ഉത്തരം: മത്തായി 26-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 14-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, 1 കോറിന്തോസ് 11-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിന് ഇരുന്നു. അവനോടൊപ്പം ഡാഷ്. ഉത്തരം: അപ്പസ്തോലന്മാരും. എന്തിനു മുൻപാണ് ശിഷ്യന്മാരോടുകൂടി പെസഹ ഭക്ഷിക്കുന്നതിന് യേശു അത്യധികം ആഗ്രഹിച്ചത്? ഉത്തരം: പീഡ അനുഭവിക്കുന്നതിന് മുൻപ്. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. എന്തിനെക്കുറിച്ചാണ് യേശു ഇത് പറയുന്നത്? ഉത്തരം: പെസഹായെക്കുറിച്ച്. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ എന്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മുന്തിരിയുടെ ഫലത്തിൽ നിന്ന്. അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എന്താണ് അരുൾ ചെയ്തത്? ഉത്തരം: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഡാഷ് പുതിയ ഉടമ്പടിയാണ്. ഉത്തരം: എൻ്റെ രക്തത്തിലുള്ള. ആരുടെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെ ഉണ്ട് എന്താണ് യേശു പറയുന്നത്? ഉത്തരം: യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ. ആർക്കു ദുരിതം എന്നാണ് ലൂക്ക 22:22 പറയുന്നത്? ഉത്തരം: യേശുവിനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന്. ലൂക്ക 22:23 ശിഷ്യന്മാർ പരസ്പരം ചോദിക്കാൻ തുടങ്ങിയത് എന്താണ്? ഉത്തരം: തങ്ങളിൽ ആരാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നതെന്ന്. ലൂക്ക 22:21 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഉത്തരം: സങ്കീർത്തനം 41:8. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചുള്ള തർക്കം വേറെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: മത്തായി 20-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 10-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എപ്പോഴാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത്. എങ്ങനെ? ഉത്തരം: വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നത് പോലെ.
നിങ്ങളിൽ ആര് ഏറ്റവും ചെറിയവൻ എന്ന പോലെ ആയിരിക്കണം എന്നാണ് യേശു പറയുന്നത്. ഉത്തരം: ശുശ്രൂഷകനെ പോലെ. യേശു ശിഷ്യരുടെ ഇടയിൽ എങ്ങനെയാണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പരിചരിക്കുന്നവനെ പോലെ. എപ്പോൾ എന്നോടുകൂടി നിരന്തരം ഉണ്ടായിരിക്കേണ്ടവരാണ് നിങ്ങൾ എന്നാണ് യേശു ലൂക്കാ 22:28 പറയുന്നത്? ഉത്തരം: യേശുവിൻ്റെ പരീക്ഷകളിൽ. എൻ്റെ പിതാവ് എനിക്ക് ഡാഷ് കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. ഉത്തരം: രാജ്യം. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയത്രേ. ഇവിടെ അത് എന്നതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്ദേശിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് യേശു ആരെയാണ് വിളിക്കുന്നത്? ഉത്തരം: ശിമയോൻ. ശിമയോൻ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആർക്കു വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്? ഉത്തരം: ശിമയോനു വേണ്ടി. നീ തിരിച്ചു വന്ന് എന്ത് ചെയ്യണം എന്നാണ് യേശു ശിമയോനോട് പറഞ്ഞത്? ഉത്തരം: നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. കർത്താവെ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ശിമയോൻ യേശുവിനോട്. പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ചും പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ഉത്തരം: ലൂക്കാ 22:34. ലൂക്കാ 22-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം: പണവും വാളും കരുതുക. ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ എന്തു മറുപടിയാണ് കൊടുക്കുന്നത്? ഉത്തരം: ഒന്നിനും കുറവുണ്ടായില്ല. മടിശീല ഉള്ളവൻ അതോടൊപ്പം എന്തുകൂടി എടുക്കട്ടെ എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ഭാണ്ഡവും. വാൾ ഇല്ലാത്തവൻ എങ്ങനെ വാൾ വാങ്ങട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം: സ്വന്തം കുപ്പായം വിറ്റ്. അവൻ നിയമലംഘകരോട് കൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരിൽ നിവൃത്തി ആകേണ്ടിയിരിക്കുന്നു? ഉത്തരം: യേശുവിൽ. കർത്താവെ, ഇതാ ഇവിടെ ഡാഷ് വാളുണ്ട്. ഉത്തരം: 2. ഗെത്സമനിയിലെ പ്രാർത്ഥന വേറെ ഏതെല്ലാം സുവിശേഷ ഭാഗങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: മത്തായി 26-ാം അധ്യായം 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 14-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യേശു പതിവ് പോലെ എവിടേക്ക് പോയി എന്നാണ് ലൂക്കാ 22:39 പറയുന്നത്? ഉത്തരം: ഒലിവുമലയിലേക്ക്. ഒലിവുമലയിൽ എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ഒലിവുമലയിൽ ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി യേശു എന്താണ് ചെയ്തത്? ഉത്തരം: മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ.
എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ഉത്തരം ലൂക്ക 22:42. ലൂക്ക 22:43 യേശുവിനെ ശക്തിപ്പെടുത്താൻ എന്താണ് സംഭവിച്ചത്? ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. യേശു തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഒലിവുമലയിൽ യൂദാസിനോടൊപ്പം ആരൊക്കെയാണ് വന്നത്? ഉത്തരം ജനക്കൂട്ടം. ജനക്കൂട്ടത്തോടൊപ്പം വന്ന യൂദാസിനോട് യേശു എന്താണ് ചോദിച്ചത്? ഉത്തരം യൂദാസ്, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഉറ്റിക്കൊടുക്കുന്നത്? യൂദാസ് ജനക്കൂട്ടത്തോടൊപ്പം യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വന്നപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ എന്താണ് പറഞ്ഞത്? ഉത്തരം കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ? പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ വലതു ചെവി ഛേദിച്ചതാര്? ഉത്തരം ശിഷ്യരിൽ ഒരുവൻ. ശിഷ്യരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ വലതു ചെവി ഛേദിച്ചപ്പോൾ നിർത്താൻ ആവശ്യപ്പെട്ടതിന് ശേഷം യേശു എന്താണ് ചെയ്തത്? ഉത്തരം അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. കവർച്ചക്കാർക്കെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? ഉത്തരം തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാണ് യേശു പറയുന്നത്. ഉത്തരം ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ. അവർ യേശുവിനെ പിടിച്ച് എവിടേക്ക് കൊണ്ടുപോയി എന്നാണ് ലൂക്ക 22:54 പറയുന്നത്? ഉത്തരം പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക്. യേശുവിനെ പിടിച്ച് പ്രധാന ആചാര്യരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ആരാണ് അകലെയായി യേശുവിനെ അനുഗമിച്ചത്? ഉത്തരം പത്രോസ്. നടുമുറ്റത്ത് തീ കൂട്ടി അതിന് ചുറ്റും ഇരുന്നവരോട് കൂടി ആരും ഇരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം പത്രോസ്. പത്രോസ് എവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം തീക്കരികെ ഇരിക്കുന്നത് കണ്ട്. പത്രോസ് പരിചാരികയോട് നിഷേധിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. നീയും അവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞയാളോട് പത്രോസ് എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം മനുഷ്യ, ഞാനല്ല. ഏകദേശം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടിയായിരുന്നു, ഇവനും ഗലീലയക്കാരൻ ആണല്ലോ എന്ന് വേറൊരാൾ പറഞ്ഞത്? ഉത്തരം 1 മണിക്കൂർ. മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പത്രോസ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടിയായിരുന്നു, ഇവനും ഗലീലിക്കാരനാണല്ലോ എന്ന് പറഞ്ഞ ആളോട്. പത്രോസ് എന്തു പറഞ്ഞപ്പോഴാണ് കോഴി കൂവിയത്? ഉത്തരം മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം എപ്പോഴാണ് പത്രോസ് ഓർമ്മിച്ചത്? ഉത്തരം
കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ അവൻ പുറത്തുപോയി എന്താണ് ചെയ്തത്? ഉത്തരം: മനംനൊന്ത് കരഞ്ഞു. യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത് ആരാണ്? ഉത്തരം: യേശുവിന് കാവൽ നിന്നവർ. യേശുവിന് കാവൽ നിന്നവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം: നിന്നെ അടിച്ചവൻ ആരാണെന്ന് പ്രവചിക്കുക. എപ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചത്? ഉത്തരം: പ്രഭാതമായപ്പോൾ. എവിടെ കൊണ്ടുവന്നാണ് നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് ജനപ്രമാണികളുടെ സംഘം യേശുവിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം: തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന്. നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന ജനപ്രമാണികളുടെ ചോദ്യത്തിന് യേശു എന്ത് മറുപടിയാണ് കൊടുത്തത്? ഉത്തരം: ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്തിരിക്കും. അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രൻ ആണോ എന്ന ജനപ്രമാണികളുടെ ചോദ്യത്തിന് യേശു എന്ത് മറുപടിയാണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആരാണെന്ന്. ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ടുകഴിഞ്ഞു എന്ന് ജനപ്രമാണികൾ എപ്പോഴാണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആരാണെന്ന് എന്ന് യേശു പറഞ്ഞപ്പോൾ.